നമസ്കാരം. കണ്ടുപിടിക്കാനും PPC ചെയ്യാനും അഡ്വർടൈസ്മെൻറ്റിനും അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസ് ചെയ്യാനും ഒത്തിരി സംഭവങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കീവേഡ്സ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് മാർജിനും ബാക്കി ഇഷ്ടം പോലെ ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് ഒരു ഓൾ ഇൻ വൺ ടൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ഒറ്റ ടൂൾ മാത്രം മതി നിങ്ങൾക്ക് ആമസോണിൽ ചെയ്യാനായിട്ട്, വേറെ ഒരു ടൂളിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഞാനിനി ഇവരുടെ പ്ലാൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ ഒരു പ്ലാനിൽ ഓൾമോസ്റ്റ് 3 കാറ്റഗറിയാണ് വരുന്നത്. പിന്നെ ഒരു ഫ്രീ ഒരു വേർഷനും കൊടുത്തിട്ടുണ്ട്. അത് ട്രയൽ വേർഷൻ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ദിവസത്തേക്കേ കാണത്തുള്ളൂ, അത് കഴിഞ്ഞാൽ അത് പോവും. അതുപോലെ തന്നെ അതിന് ഒത്തിരി ലിമിറ്റേഷൻസും ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ലിമിറ്റേഷൻസ് ഒക്കെ കൂടുതലാണ്. ഇതിൽ ഏറ്റവും നല്ല പ്ലാനെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പ്ലാറ്റിനം പ്ലാനാണ്, $85. അതുപോലെ തന്നെ സ്റ്റാർട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ, പക്ഷേ കുറേ സംഭവങ്ങളൊക്കെ ലിമിറ്റഡ് ആയിരിക്കും, അങ്ങനൊരു പ്രശ്നമുണ്ട്. ഏറ്റവും വർത്ത് എന്ന് പറയുന്നത് $85 പ്ലാനാണ്. നിങ്ങളൊരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25% ഓഫിൻ്റെ ഒരു കൂപ്പൺ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്. ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 25% ഓഫ് നിങ്ങൾക്ക് കിട്ടും. ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ബില്ല് ചെയ്ത് നിങ്ങൾക്ക് ഈ ടൂൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും. ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ പ്രൊഡക്റ്റ് റിസർച്ചാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്ന ടൂൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നൊരു ടൂളാണ്. നമ്മുടെ ബ്ലാക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. വൺസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഏത് മാർക്കറ്റ് പ്ലേസ് ആണോ ചൂസ് ചെയ്യേണ്ടത് ആ മാർക്കറ്റ് പ്ലേസ് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇന്ത്യയിലാണ് സെല് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇന്ത്യ മാർക്കറ്റ് പ്ലേസ് ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന സെല്ലേഴ്സിനെ പെട്ടെന്ന് ഇത് ടൂൾസ് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. അവർക്ക് വേണ്ടിയിട്ടാണ് ഹൈ ഗ്രോത്ത്, ലോ റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഫിൽറ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഈ ഫിൽറ്റേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഫിൽറ്റേഴ്സൊന്നും ഇല്ലാണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തന്നെ മാനുവലി ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് കാറ്റഗറി വേണമെന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആമസോണിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്ന കുറച്ച് നല്ല കാറ്റഗറീസ് ഞാൻ ചൂസ് ചെയ്യുകയാണ്. ഒന്ന് ബേബി, നല്ലൊരു കാറ്റഗറിയാണ്. പിന്നെ ഇലക്ട്രോണിക്സൊക്കെ മാക്സിമം നിങ്ങൾ പുതിയ സെല്ലേഴ്സ് ആണെങ്കിൽ ക്ലോത്തിങ്ങും ഇലക്ട്രോണിക്സൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഓൾമോസ്റ്റ് കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാറ്റഗറിയാണ് ഗ്രോസറീസ്. ഇവിടെ നിങ്ങൾക്ക് സ്പൈസസും ബാക്കി കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും ഈ കാറ്റഗറിക്കകത്ത്. ഞാനത് എന്തായാലും ഇവിടെ ചൂസ് ചെയ്യുന്നില്ല. പിന്നെ ഹെൽത്ത് ആൻഡ് പേഴ്സണൽ കെയർ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഹോം ഇംപ്രൂവ്മെൻറ്റ്, ഹോം ആൻഡ് കിച്ചൺ, ജുവലറി നമ്മൾ ചൂസ് ചെയ്യുന്നില്ല, ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. ഓഫീസ് പ്രൊഡക്ട്സ്, ഔട്ട്ഡോർ ലിവിങ്, പെറ്റ് സപ്ലൈസ്, സ്പോർട്സ്, ഷൂസ് ആൻഡ് ഹാൻഡ് ബാഗ്സ് ഒന്നും നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. അതൊക്കെ ഓബിയസ് ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവണം.
പിന്നെ നമുക്ക് ടോയ്സ് ആൻഡ് ഗെയിംസും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാറ്റഗറീസാണ് നമ്മളിവിടെ ചൂസ് ചെയ്തത്. ഓൾമോസ്റ്റ് നല്ല, അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ഓൾമോസ്റ്റ് നമുക്ക് സെയിൽസ് കിട്ടാൻ സാധ്യതയുള്ള നല്ല കാറ്റഗറീസ് മാത്രമാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. പിന്നെ നമുക്കിവിടെ റിവ്യൂ കൗണ്ട്, റിവ്യൂ റേറ്റിംഗ്, ബെസ്റ്റ് സെല്ലർ, ഇതിൻ്റെ നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ നോക്കുന്നത് പ്രൈസാണ് പ്രൊഡക്റ്റിൻ്റെ. ഞാൻ എപ്പോഴും നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് മുകളിലുള്ള പ്രൊഡക്റ്റാണ് ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. നിങ്ങൾ 500 രൂപയ്ക്ക് താഴെയുള്ള ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കണം. ആമസോണിന് ഫീ ഉണ്ട്, ആമസോണിൻ്റെ കമ്മീഷൻസ് ഉണ്ട്, പിന്നെ ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ട്, GST ഉണ്ട്, പിന്നെ റിട്ടേണിൻ്റെ ചാർജസ് ഉണ്ട്. അപ്പം എല്ലാ ചാർജസും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ തീരെ പ്രോഫിറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് വരും നിങ്ങൾ വില കുറഞ്ഞ പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ. എസ്പെഷ്യലി നിങ്ങൾ PPC ഒക്കെ അഗ്രസീവായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രോബബ്ലി ലോസിലോട്ട് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവരോടും 500 രൂപയ്ക്ക് മുകളിലുള്ള പ്രൊഡക്ട്സ് വിൽക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കി കുറച്ച് ഫ്ലെക്സിബിലിറ്റി നമുക്ക് എപ്പോഴും കാണും നമ്മുടെ കയ്യിൽ. മറ്റേതാണെങ്കിൽ എപ്പോഴും ലൈക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഫൈനാൻഷ്യൽസ് മാനേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വില കുറഞ്ഞ പ്രൊഡക്റ്റ് വിറ്റാൽ ഒബ്വിയസ്ലി അത് ലോസിൽ നിൽക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും 500 രൂപയ്ക്ക് മുകളിലുള്ള പ്രൊഡക്ട്സാണ് വെക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്യാപ്പ് വേണമെങ്കിൽ വെക്കാം. ഓക്കെ, ഞാനിവിടെ തൽക്കാലത്തേക്ക് ഓക്കെ, ഞാനിപ്പോൾ ടൈറ്റ് ബഡ്ജറ്റിലാണ്, എനിക്കിപ്പോൾ ഒത്തിരി ഇൻവെൻറ്ററി എടുക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ മേ ബി ഇവിടെ 1000 വെക്കാം, മാക്സിമം 1000 റുപ്പീസ് വെക്കാം. പിന്നെ പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആവശ്യമില്ല. മന്ത്ലി റവന്യൂ ഞാൻ എപ്പോഴും നോക്കുന്നത് മിനിമം ഒരു 2 lakh എങ്കിലും നമുക്കിവിടെ വെക്കാം. 2 lakh, ഓക്കെ, 2 lakh വെച്ചു. മാക്സിമം എത്ര വേണമെങ്കിലും സെയിൽസ് കിട്ടി നമുക്ക് പ്രശ്നമില്ല. പിന്നെ നമ്മുടെ മന്ത്ലി സെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു 500 യൂണിറ്റ് വയ്ക്കാം. 500 യൂണിറ്റ് എങ്കിലും മിനിമം ഒരു മാസം സെയിൽസ് ഉള്ള പ്രൊഡക്റ്റ് മാത്രം നമുക്ക് മതി. ആക്ച്വലി ഇത് നമ്മൾ ഫിൽറ്റേഴ്സാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഈ ഫിൽറ്റേഴ്സിൽ നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ ഈ ഫിൽറ്റേഴ്സിൽ കൊടുക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ടൂൾ നമുക്ക് റിസൾട്ട്സ് തരുന്നത്. ഓക്കെ, പിന്നെ സെയിൽസ് റേഞ്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്കിപ്പം ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ, ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ പർട്ടിക്കുലറായിട്ട് ടാർഗറ്റ് ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പുറകെയാണ് നിങ്ങൾ പോകുന്നത്, അവരുടെ പോലെ നിങ്ങൾക്കും ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. അപ്പോൾ അവരുടെ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സൊക്കെ അനുസരിച്ചിട്ട് ഹീലിയം 10 നമുക്ക് അവരുടെ സെല് ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ നിങ്ങൾക്ക് എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഷിപ്പിംഗ് സൈസാണ്. എപ്പോഴും സ്റ്റാൻഡേർഡ് കൊടുക്കുക. ഹെവിയായും ബൾക്കുമായിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ എപ്പോഴും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇവിടെ വെയിറ്റ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കണ്ട. ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആമസോൺ ആണോ, അതായത് FBA ആണോ, പിന്നെ FBM ആണോ, അത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്പർ ഓഫ് ഇമേജസ് അത് വേണമെങ്കിൽ കൊടുക്കാം. അത് വേറൊന്നുമില്ല, ഒരു ലിസ്റ്റിങ്ങിൽ എത്ര ഇമേജസ് ഉണ്ടെന്നാണ്. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് കുറേ വേരിയേഷൻസ് കാണുമല്ലോ. അതായത് ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിലാണെങ്കിൽ 100 ലിറ്ററിൻ്റെ കാണും, 200ൻ്റെ കാണും, 300ൻ്റെ കാണും, 400ൻ്റെ കാണും. അപ്പോൾ അതൊക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും വേരിയേഷനുള്ള ലിസ്റ്റിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ ആവശ്യമില്ല. പിന്നെ ടൈറ്റിൽ കീവേഡ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കീവേഡ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന കീവേഡ്സ്, ഓക്കെ, ഞാനിവിടെ കൊടുക്കുന്നത് ഞാൻ ഇത്രയും കീവേഡ്സ് ഞാനിവിടെ എക്സ്ക്ലൂഡ് ചെയ്യാണ്. ഇത് നമുക്ക് ആവശ്യമില്ല. ബെഡ്ഷീറ്റ്, പില്ലോ, LED സ്ട്രിപ്സ്, ഞാനിങ്ങനെയുള്ള പ്രൊഡക്റ്റ് വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ കാറ്റഗറി ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. പിന്നെ ലിസ്റ്റിംഗ് ഏജ്, അതായത് ലിസ്റ്റിങ്ങിന് എത്ര വർഷം പഴക്കമുണ്ടെന്നാണ്. ഓക്കെ, മന്തിൻ്റെ ബേസിസിലാണ് വരുന്നത്. അത് ഞാൻ കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇത്രയും കൊടുത്തതിന് ശേഷം ഞാൻ സെർച്ച് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുത്ത പാരാമീറ്റേഴ്സൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ കൊടുത്തത് അതനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുത്ത പാരാമീറ്റേഴ്സിൻ്റെ ബേസിസിലാണ് ഇപ്പം ഈ ഒരു ടൂൾ നമുക്ക് കുറേ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി വളരെ ബേസിക് ആയിട്ടുള്ളൊരു കീവേഡ് റിസർച്ച്, ലൈക്ക് പ്രൊഡക്റ്റ് റിസർച്ചാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണിച്ചൊരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് ആക്ച്വലി നമ്മുടെ പട്ടിയുടെ കയ്യിലും കാലിലൊക്കെ ഇടുന്ന സോക്സ് പോലത്തെ ഒരു സാധനമാണ്. ഇത് ആക്ച്വലി നമുക്ക് ആവശ്യമില്ല. പ്രൊട്ടക്ടറാണ് അവിടെ കാലിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ ആവശ്യം ഇത് വളരെ എനിക്ക് ലൈക്ക് ബേസിക്കലി ഞാനാണെങ്കിൽ പ്രൊഡക്റ്റ് സെല് ചെയ്യത്തില്ല, അതുകൊണ്ട് ഞാനിത് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എവിടെയെങ്കിലും നല്ല ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ നോക്കുന്നില്ല. ന്യൂട്രീഷൻ, വൈറ്റമിൻസ് ഇതൊന്നും നോക്കുന്നില്ല. ഈ കർട്ടൻ അതുപോലത്തുള്ള പ്രൊഡക്റ്റൊക്കെ അവോയ്ഡ് ചെയ്യുക. ഫ്ലാസ്ക് പോലത്തെ പ്രൊഡക്റ്റ്സ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിൽട്ടൻ്റെ ഒരു ഫ്ലാസ്ക് കണ്ടാണ് അല്ലേ.
ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ വാട്ടർ ബോട്ടിൽ എന്ന് ഞാൻ ഗൂഗിൾ അതിലേക്ക് നമ്മുടെ ആമസോണിൽ സെർച്ച് ചെയ്തിട്ടൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ടർ ബോട്ടിൽ എന്ന് സെർച്ച് ചെയ്യുമ്പം ഒത്തിരി ഒരു ലോഡ് നമുക്ക് ലിസ്റ്റിംഗ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓൾമോസ്റ്റ് വാട്ടർ ബോട്ടിലിന് 6000+ റിസൾട്ട്സ് ആണ് ആമസോണിൽ കാണുന്നത്. ഈ 6000 റിസൾട്ടിൽ ആകപ്പാടെ സെയിൽസ് കിട്ടുന്നത് ഫസ്റ്റ് പേജിലുള്ള പ്രൊഡക്ട്സിനായിരിക്കും. സെക്കൻഡ് പേജിലോട്ട് പോകുന്നതോറും സെയിൽസിൻ്റെ എണ്ണം കുറയും. അപ്പോൾ ഫസ്റ്റ് പേജിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഗോൾ. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ആമസോണിൻ്റെ ബ്രാൻഡുണ്ട്, ബോൾഫിറ്റിൻ്റെ ബ്രാൻഡുണ്ട്, അതുപോലെ തന്നെ സ്പീഡക്സ് ഉണ്ട്, സെല്ല ഉണ്ട്, മിൽട്ടൺ ഉണ്ട്. ഇതുപോലത്തുള്ള വലിയ വലിയ ബ്രാൻഡിനൊക്കെ ബോറോസിലുണ്ട്. മിൽട്ടൺ ഫുള്ള് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. ഇപ്പോൾ ഇവർ ഒത്തിരി കാശ് ഇറക്കിയിട്ടാണ് ഈ പ്രൊഡക്ട്സൊക്കെ ഇറക്കുന്നത്. അതായത് നല്ലപോലെ കാശും അഡ്വർടൈസ്മെൻറ്റ്സിനും അതുപോലെ തന്നെ ലിസ്റ്റിങ്ങിനൊക്കെ അവർ നല്ലപോലെ സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുൾ ആഡാണ്, കണ്ടോ, ഫുൾ ആഡ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരോടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിൽ ഇതൊക്കെ ആഡാണ്. ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും. മേ ബി വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലിക്കിന് മേ ബി നമുക്ക് 50-60 രൂപ ചിലപ്പോൾ ബിഡ് ചെയ്യേണ്ടി വരും ഒരു ക്ലിക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലി ഇത് നമുക്ക് ഒട്ടും വേർത്തല്ലാത്ത ഒരു കാറ്റഗറിയാണ്. അതുകൊണ്ട് ഇതുപോലത്തുള്ള കാറ്റഗറീസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതുപോലത്തുള്ള വലിയ വലിയ ബ്രാൻഡ് വിൽക്കുന്ന കാറ്റഗറീസിൽ PGNൊക്കെ പോലത്തുള്ള ബോൾഫിറ്റ്, അതുപോലെ തന്നെ മിൽട്ടൺ, ഇതുപോലെ ഫസ്റ്റ് പേജ് ഫുള്ള് ബ്രാൻഡായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാര്യം നമ്മളിങ്ങനെയുള്ളൊരു കാറ്റഗറിയിൽ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ അയലത്ത് പോലും കാണത്തില്ല. ഫസ്റ്റ് പേജ് പോയിട്ട് സെക്കൻഡ് പേജല്ല 10ാമത്തെ പേജിൽ പോലും കാണാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും യുണീക്കായിട്ട് എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. അങ്ങനെയുള്ളൊരു കാറ്റഗറി, അങ്ങനെയുള്ള പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഞാൻ ഈ ടൂൾ യൂസ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാവർക്കും സ്പൈസസ് വിൽക്കാനാണ് വളരെ താല്പര്യം, എസ്പെഷ്യലി കേരളത്തിലുള്ള ആൾക്കാർക്ക്. അപ്പം ഞാൻ സ്പൈസസിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സാണ്. 130, 140 എല്ലാം വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സാണ്. ഓൾമോസ്റ്റ് മിക്കതും ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുമാണ്. അപ്പം ഈ ഒരു കാറ്റഗറിയിൽ ഇത്രയും വില കുറച്ചൊക്കെ നിങ്ങൾക്ക് വിൽക്കാൻ, ഇപ്പോൾ ആമസോണൊക്കെ 33 രൂപയൊക്കെയാണ് പ്രൊഡക്റ്റ് വെക്കുന്നത്. അപ്പം ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് വളരെ കഷ്ടമായിരിക്കും. ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അല്ല നിങ്ങളുടെ കയ്യിൽ അത്രയ്ക്ക് കാശുണ്ട്, സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, മേ ബി യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാറ്റഗറീസ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം ആസ് എ ബിഗിനർ നിങ്ങൾക്ക് സെയിൽസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പം 2 മാസമൊക്കെ കൂടുമ്പോൾ ചിലപ്പം 10 സെയിലോ 20 സെയിലോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാറ്റഗറീസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ എന്തെങ്കിലും സ്പൈസസിൽ തന്നെ എന്തെങ്കിലും പർട്ടിക്കുലറായിട്ടുള്ള ഇതിപ്പോൾ എന്താ ഒത്തിരി പേര് സെല് ചെയ്യാത്ത പ്രൊഡക്ട്സ്, ഒത്തിരി പേര് സെല് ചെയ്യാത്ത എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ മേ ബി അത് വീണ്ടും ചിലപ്പോൾ വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ മുരിങ്ങ പൗഡർ നോക്കാം. നമുക്ക് മുരിങ്ങ പൗഡർ 1 kg നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആയാലും നമുക്ക് കുറേ കോമ്പറ്റീഷൻ ഒബ്വിയസ്ലി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ വലിയ ബ്രാൻഡായിട്ടുള്ള നെയിമൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല, അല്ലേ? ഇവിടെ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2K 3K ഒരു രക്ഷയില്ലാത്ത സെയിൽസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വില കൂട്ടി വിൽക്കുന്ന ടീമിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ ഇങ്ങനെയുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അതുപോലെ തന്നെ കണ്ടോ ഈ ലിസ്റ്റിങ്ങിൻ്റെ ഒക്കെ ക്വാളിറ്റി ഉണ്ടോ, പ്രൈമറി ഇമേജിൻ്റെ ഒക്കെ ക്വാളിറ്റി ഉണ്ടോ? അപ്പോൾ ഈ ഒരു ലെവലിൽ ഈ ഒരു ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മേ ബി നമുക്ക് സെയിൽസ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. ഞാൻ ഈ ഫസ്റ്റ് കാറ്റഗറി നോക്കുമ്പോൾ ഒത്തിരി പേര് വളരെ റിവ്യൂസും ഒട്ടും റിവ്യൂ ഇല്ലാത്ത ആൾക്കാരെല്ലാം ഫസ്റ്റ് പേജിൽ വന്ന് കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ സ്പെസിഫിക് ആണ്, വളരെ യുണീക്കായിട്ടുള്ള കാറ്റഗറി. ഇങ്ങനെയുള്ള കാറ്റഗറിയിലാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. ബട്ട് വളരെ ജനറിക് ആയിട്ടുള്ള കാറ്റഗറി, അതായത് ഇപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി
ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എസ്പെഷ്യലി ആ മാർക്കറ്റിൽ വളരെ പേര് കേട്ട വലിയ വലിയ ബിഗ് ബ്രാൻഡ് ഒത്തിരി ലിസ്റ്റിങ്ങുമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെയിൽസ് പോലും കിട്ടാനുള്ള ചാൻസ് ഇല്ല. വളരെ പാടായിരിക്കും, വളരെ സ്ട്രഗിളിങ് ആയിരിക്കും. എസ്പെഷ്യലി മാർക്കറ്റിൽ എല്ലാവരും വില കുറച്ചാണ് വിൽക്കുന്നതെങ്കിൽ നമ്മൾ വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ ആരും മേടിക്കത്തുമില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പം ഒന്നിലും നല്ലപോലെ കണ്ട ഈ ഒരു പ്രൊഡക്റ്റ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം കാണിച്ചു. ഈ ഒരു പ്രൊഡക്റ്റ് 1250 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിംഗ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. പിന്നെ കണ്ടോ ഈ ഒരു ലിസ്റ്റിങ്ങിൻ്റെ ക്വാളിറ്റി കണ്ടോ, അവർ എന്തുമാത്രം നല്ല അടിപൊളിയായിട്ടാണ് ലിസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഇമേജസ് കണ്ടോ ബാക്കിയുള്ള ഇമേജസ് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. കണ്ടോ ലിസ്റ്റിങ്ങിൻ്റെ ക്വാളിറ്റി കണ്ടോ. ഈ ഒരു ക്വാളിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാറ്റഗറീസിലൊക്കെ എൻ്റർ ചെയ്യുക. ഇത്ര വില കൂട്ടിയൊക്കെ വിൽക്കാൻ പറ്റും പ്രീമിയം ആയിട്ട്. പക്ഷേ ഈ ഒരു ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് സെയിൽസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ കണ്ടു. 2 പ്രൊഡക്റ്റ് കണ്ടു. ഒന്ന് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റും എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. സോ അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നൊരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ടൂൾ യൂസ് ചെയ്ത് കിട്ടിയൊരു പ്രൊഡക്റ്റാണ്. ഇവർ ഓൾമോസ്റ്റ് 5000-ന് പുറത്ത് സെയിൽസ് ലാസ്റ്റ് മന്ത് ചെയ്തായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒത്തിരി സംഭവം കാണാൻ പറ്റും അല്ലേ, ഒത്തിരി വേരിയേഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇങ്ങനൊരു സംഭവം കാണുകയാണെങ്കിൽ ഞാൻ എപ്പോഴും നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവർക്ക് ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്നാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യൂണിക്കോൺ 10,000 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് 500 യൂണിറ്റിന് പുറത്ത് സെയിൽസ് അവർ കഴിഞ്ഞ യൂണിറ്റ് അവർക്ക് സെല്ലായിരുന്നു കഴിഞ്ഞ മാസം. അവരുടെ എസ്റ്റിമേറ്റ് എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2500 യൂണിറ്റാണ് കഴിഞ്ഞ ഒറ്റൊരു മാസം മാത്രം പോയത്. എസ്റ്റിമേറ്റ് റവന്യൂ നമുക്കിവിടെ കിട്ടിയില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. 2000-ന് പുറത്ത് യൂണിറ്റ് അവർ ഓൾമോസ്റ്റ് വിറ്റിട്ടുണ്ട്. നമുക്കിവിടെ മെർമെയ്ഡിൻ്റെ ഇതെടുക്കുകയാണെങ്കിൽ മെർമെയ്ഡിൻ്റെ ഇവിടെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. അതിനർത്ഥം അവർ 50-ന് താഴെ യൂണിറ്റ് മാത്രമേ വിറ്റിട്ടുള്ളൂ എന്നാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ജംഗിൾ അഡ്വഞ്ചർ എടുക്കുകയാണെങ്കിൽ 400+ ആണ് കാണിക്കുന്നത്. 400-ന് മുകളിൽ പ്രൊഡക്ട്സ് അവർ വിറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഒരു കാറ്റഗറിയിൽ ഇപ്പം ഒരു ഇത്രയും വേരിയേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കിട്ടുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്കറിയാം. ഓക്കെ, ഇപ്പം യൂണിക്കോൺ 10,000-ഉം അതുപോലെ തന്നെ ജംഗിൾ അഡ്വഞ്ചറിനാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് കിട്ടിയെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ക്യാൻഡി ഷോപ്പ് ലോഞ്ച് ചെയ്യും. ക്യാൻഡി ഷോപ്പിനാണെങ്കിൽ 50-ന് താഴെ സെയിലേ ഉള്ളൂ. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ലോഞ്ച് ചെയ്യും ഇല്ല. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഇപ്പോൾ ജംഗിൾ അഡ്വഞ്ചറിനാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടുന്നത്, അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ യൂണിക്കോൺ 10,000 ലോഞ്ച് ചെയ്യാം. കാര്യം ഈ ഒരു ഏസിനിൽ ഈ ഒരു പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ സെല്ലാവുന്നത് ഈ പ്രൊഡക്ട്സാണ് ഈ ഒരു വേരിയേഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത്. എനിക്കറിയാം ഈ ഒരു വീഡിയോയിൽ ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ടെന്നറിയാം, ബട്ട് എനിവേ ലൈക്ക് ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വേറൊരു കാര്യമാണ് സീസണാലിറ്റി. സീസണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഹീലിയം ട്രെൻഡിൻ്റെ ഒരു ചാർട്ടാണ്. അത് ആക്ച്വലി ഇവിടെ ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ ജസ്റ്റായിട്ട് പറഞ്ഞുതരാം. ഈ ബ്ലൂ ലൈൻസ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ സെയിൽസ് റാങ്കാണ്. സെയിൽസ് റാങ്ക് ഇപ്പോൾ 1 ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ട്. ഇപ്പോൾ 2 ആണെങ്കിൽ 1-നേക്കാളും കുറവായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്ന് പറയുന്ന പോലെ ഒരു പരിപാടിയാണ് ഇവിടെയും വരുന്നത്. നമ്മളിവിടുത്തെ ലാസ്റ്റ് 30 days എടുക്കുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സെയിൽസ് റാങ്ക് എപ്പോഴും താഴ്ന്ന, അതായത് ഈ ബ്ലൂ ലൈൻ എപ്പോഴും അതായത് ഇങ്ങനെ താഴ്ന്ന് എപ്പോഴും നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം ഈ ഒരു പ്രൊഡക്റ്റ് നല്ലപോലെ പെർഫോം ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് എന്നാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതെപ്പോഴും താഴ്ന്ന് തന്നെയാണ് ഇരിക്കുന്നത് ഈ ഒരു ബ്ലൂ ലൈൻ. ഇത് പൊങ്ങുന്നേ ഇല്ല. അതിനർത്ഥം അവർ ഈ മാർക്കറ്റിൽ ലിറ്ററലി ക്രഷ് ചെയ്യുന്നതെന്നാണ് അതിനർത്ഥം. ഓക്കെ, അവർ നല്ല രീതിയിൽ സെയിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ നമ്മൾ ഓൾ ടൈം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 1 year എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അവിടെ ഓൾ ടൈം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ മോശമാണ്. മുകളിലും താഴെ. ഇതിനർത്ഥം അവർ നല്ല രീതിയിൽ വിൽക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം വരുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് 1 year എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അവർ നല്ല രീതിയിൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ സെയിൽസ് റാങ്ക് എപ്പോഴും 300-ന് താഴെയാണ്. ഓൾമോസ്റ്റ് ലാസ്റ്റ് 300-ന് താഴെ തന്നെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഈ ഇടയ്ക്ക് മാത്രമാണ് ഒരു 300-ന് മുകളിലോട്ട് പോയത്. അല്ലാണ്ട് ഒരു നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു 300-ന് താഴെ തന്നെയാണ് ഈ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ തന്നെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവരുടെ ബെസ്റ്റ് സെല്ലർ റാങ്കിങ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് പ്ലേറ്റൻറ്റിലാണ് വരുന്നത്. ഓക്കെ
ഇത് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ്. കാര്യം ചീപ്പായിട്ട് ആരും ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നില്ല, എല്ലാവരും നല്ല വില കൂട്ടിയാണ് തന്നെയാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ഓക്കെ നമുക്ക് നോക്കണ്ടോ, വെറും 12 റാങ്കും 12 റിവ്യൂവും വെച്ചിട്ടാണ് ഇവർ ടോപ്പ് 10 ബെസ്റ്റ് സെല്ലറിനകത്ത്. ഓക്കെ, അത് ആക്ച്വലി നല്ലൊരു ഇതാണ്, നമുക്ക് ചെക്ക് ചെയ്യാം. കാര്യം ഇപ്പം ഇതൊരു പുതിയ പ്രൊഡക്റ്റാണ്, അതുകൊണ്ടാണ് അവർക്ക് വെറും 12 റിവ്യൂ ഉള്ളൂ. ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു കാറ്റഗറിയിൽ ലോഞ്ച് ചെയ്ത് ടോപ്പ് 10 വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി നമുക്കും പറ്റും. ലിസ്റ്റിംഗ് നമ്മൾ അടിപൊളിയായിട്ട് ലിസ്റ്റ് ചെയ്യണം, കീവേഡ് ഒപ്റ്റിമൈസ് ചെയ്യണം, അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതിനർത്ഥം നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ നമ്മളൊരു ലോഞ്ച് ചെയ്താൽ നമുക്കും ഒബ്വിയസ്ലി സെയിൽ കിട്ടും എന്നതിന് ഒരു നല്ലൊരു അർത്ഥമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്ന. ഈ ചെറിയ റിവ്യൂസും ചെറിയ റേറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഫസ്റ്റ് പേജിൽ റാങ്ക് ചെയ്യുന്നതും ടോപ്പിലൊക്കെ റാങ്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മളൊരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ ലോഞ്ച് ചെയ്താൽ നമുക്കും സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ പൊതുവിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ സ്പോൺസേർഡ് എന്ന് കൊടുത്തിരിക്കുന്ന എല്ലാം എല്ലാം അത്യാവശ്യം 600 രൂപ അടുപ്പിച്ച് ആണ് ഇവർ വിൽക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ്. ഇവരുടെ റിവ്യൂ റേറ്റിംഗും കുറവാണ്, വെറും 775 റിവ്യൂസ് മാത്രമേ ഉള്ളൂ.
ഈ 4.8 സ്റ്റാർ റേറ്റിംഗ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇത് ഫുള്ള് പെയ്ഡാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതുവരെ ഗീവ് അവേ ഒക്കെ കൊടുത്ത് ഫുൾ പെയ്ഡ് റിവ്യൂസാണ്. ഈ പരിപാടി നമുക്കും ചെയ്യാൻ പറ്റും, ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഫണ്ട് ഇറക്കിയാൽ മാത്രം മതി. ഇവരുടെ ഈ ഒരു വൈറ്റ് വന്നിട്ട് 50-നും പുറത്താണ് ഇവിടെ കാണിക്കുന്നത്. ഇവരുടെ ഈ ഒരു വേരിയേഷൻ നമുക്ക് നോക്കാം. ഈ ഒരു വേരിയേഷൻ ഓൾമോസ്റ്റ് 500+ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിൽ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു ഡിസൈൻ ഈ ഒരു ഡിസൈനാണ്. ഈ ഒരു ഡിസൈനും എനിക്ക് തോന്നുന്നു ഈ ഒരു പിങ്ക്, ഇത് രണ്ടുമാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, നല്ല രീതിയിൽ സെയിൽസ് ഉള്ള ലിസ്റ്റിങ്സ്. നമുക്ക് ഇവരുടെ എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ, സെയിൽസ് എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഓൾമോസ്റ്റ് ഇവർ ഓൾമോസ്റ്റ് 1500 യൂണിറ്റാണ് കഴിഞ്ഞ ഒരു മാസം മാത്രം ഇവർ വിറ്റത്. സെയിൽസ് വന്നിട്ട് ഓൾമോസ്റ്റ് 9 lakh അടുപ്പിച്ചിട്ടുണ്ട്. അത് നല്ലൊരു സൈൻ തന്നെയാണ്. നമുക്ക് ഇനി അവരുടെ കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ആക്ച്വലി EBC ലിസ്റ്റിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ആക്ച്വലി ലൈക്ക് ട്രേഡ് മാർക്കുള്ള സെല്ലേഴ്സിന് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ ഇങ്ങനെ ലിസ്റ്റിങ്. ഇത് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനാണ്. ഇത് ഓൾമോസ്റ്റ് A+ ലിസ്റ്റിംഗ് എന്ന് പറയും. ഇതിപ്പോൾ നിങ്ങൾ ബ്രാൻഡഡ് അല്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ബേസിക് A+ ലിസ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, അത്യാവശ്യം അവർ നല്ല രീതിയിൽ തന്നെ നൈസായിട്ട് ഒരു പ്രൊഫഷണലായിട്ട് തന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരുടെ കാറ്റഗറിയാണ്. ഈ ഒരു കാറ്റഗറിയിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത പ്രോഡക്റ്റ് എവിടെയാണ്? ഓൾമോസ്റ്റ് 26 പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അതായത് ടോപ്പിൽ പോലും അല്ല, അവർ ഓൾമോസ്റ്റ് മിഡിലാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു പേജിൽ 50 എണ്ണം ഉണ്ട്. 50 ലിസ്റ്റിംഗ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഓൾമോസ്റ്റ് മിഡിലാണ് ഇവരുടെ പ്രോഡക്റ്റ് വരുന്നത്. അത് നല്ലൊരു സൈൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിനി ഓരോ പ്രൊഡക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. ആദ്യത്തേക്ക് ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സാണ്. എപ്പോഴും ആമസോണിൽ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടുന്നത്, സ്വാഭാവികമാണ്. ഇന്ത്യൻ കസ്റ്റമേഴ്സാണ്, അവർ പ്രൈസിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഫോർച്ചുനേറ്റ്ലി 72 റിവ്യൂസ് മാത്രം വെച്ചിട്ട് 700 അടുപ്പിച്ച് വിൽക്കുന്ന ഒരാൾ 5ാമത്തെ പൊസിഷനേ ഉണ്ട്. അത് നല്ലൊരു സൈനാണ്. നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പ്രൈസ് കൂട്ടി വിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്യാം, വാഷ് ബേസിൽ യൂസ് ചെയ്യാം, പല സ്ഥലത്തും യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇത് വലിയൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ 2-in-1 ആണ്. നമുക്കിതിലാണെങ്കിൽ ഡിസ്പെൻസറായിട്ട് യൂസ് ചെയ്യാം, അല്ലാണ്ട് നമുക്ക് ലൈക്ക് ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി ലിസ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് ഓവറോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 90 ഡേയ്സിലെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ, അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ഡേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒബിയസ്ലി നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് നമുക്ക് സെയിൽസ് കുറവായിരിക്കും. നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സെയിലൊന്നും കാണില്ല. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് പോകും. പിന്നെ സെയിൽ വരുന്നതനുസരിച്ച് താഴോട്ട് വരും. പിന്നെ അതൊന്നും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് റിവ്യൂസ് റേറ്റിംഗ് ഒക്കെ വന്നൊന്ന് കൺസിസ്റ്റൻ്റ് ആകുമ്പോൾ പിന്നെ ഗ്രാഫ് ഇങ്ങനെ താഴ്ന്നു തന്നെ നിൽക്കും. പിന്നെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് കളിക്കുക, ഇവർ ചെയ്തിരിക്കുന്നുണ്ടോ. ആക്ച്വലി ഇങ്ങനെ തന്നെയാണ് പ്രോപ്പർലി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പ്രൈസ് എപ്പോഴും നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഫിക്സേറ്റഡ് ആവരുത്. അതായത് ഇപ്പോൾ 600 രൂപയുടെ പ്രൊഡക്റ്റാണ്, ഓക്കെ ഞാൻ ഇനി 600 രൂപയ്ക്കേ വിൽക്കുന്നുള്ളൂ, അങ്ങനെയല്ല. നമുക്ക് പ്രൈസ് കൂട്ടാം. 650 ഇട്ട് നോക്കാം, 700 ഇട്ട് നോക്കാം, 800 ഇട്ട് നോക്കാം. നമ്മൾ കൂട്ടി വരുമ്പോൾ എപ്പോഴാണോ നമ്മുടെ സെയിൽസ് ഡ്രോപ്പ് ആവുന്നതെന്ന് നമുക്ക് തോന്നുന്നത് ആ ഒരു പോയിന്റ് എത്തപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ പ്രൈസ് വെച്ച് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത് സെല് ചെയ്യാനായിട്ട്. കോമ്പറ്റീഷൻ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ സെയിൽ വോളിയം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റാണ് എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നാട്ടിലുള്ള സപ്ലൈസിനേക്കാളും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചൈനയിൽ നിന്ന് എടുക്കുന്നതാണ്. കാര്യം ചൈനയിൽ ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ്. അതായത് നാട്ടിൽ വിൽക്കുന്ന സെയിം ഡിസൈൻ നമ്മൾ വിറ്റിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടില്ല. ഇത് ചൈനയിൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ്, അതായത് എന്തെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻ, എല്ലാവരും വിൽക്കുന്ന സെയിം സാധനം വിൽക്കാണ്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് അലിബാബ യൂസ് ചെയ്യാം. അലിബാബയിൽ നോക്കിക്കുന്ന ഇഷ്ടം പോലെ പ്രൊഡക്ട്സാണ്. ഇഷ്ടം പോലെ ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അതൊക്കെ ആ പ്ലാറ്റ്ഫോമൊക്കെ ചെക്ക് ചെയ്യുക, അതിൽ നിന്ന് നല്ല ഡിസൈൻസ് നോക്കി ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 times എങ്കിലും കൂട്ടി വിൽക്കാൻ പറ്റണം. അതായത് 200 രൂപയ്ക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു 600 രൂപയ്ക്കെങ്കിലും വിൽക്കാൻ പറ്റണം. എന്നാലേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടാകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആമസോണിൻ്റെ ഫീസും GSTയും അതുപോലെ തന്നെ റിട്ടേണും ബാക്കി
എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് വരാൻ നേരത്ത് നമ്മുടെ കയ്യിലൊന്നും കാണത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു 3x ടൈമെങ്കിലും പ്രോഡക്റ്റ് കൂട്ടി തന്നെ ലൈക്ക് 3x ടൈമെങ്കിലും കിട്ടുന്ന എമൗണ്ടിനേക്കാളും കൂട്ടി വിൽക്കണം. എന്നാലേ നമുക്ക് എന്തെങ്കിലും ഗുണം കാണുള്ളൂ. അതായത് 200 കിട്ടിയാൽ മിനിമം ഒരു 600 വിൽക്കേണ്ടി വരും. അതൊരു പ്രശ്നമാണ് ആമസോണിൽ. അല്ലെങ്കിൽ നമുക്ക് ഡിസൈഡായിട്ട് നമുക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഓർത്ത് വെച്ചേക്കുക. പ്രോഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എല്ലാം അലിബാബയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് എടുക്കാനായിട്ട് പറ്റും. സപ്ലയേഴ്സിന് അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിനെന്തെങ്കിലും ഹെൽപ്പ് വേണം, പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യാൻ, ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്യാൻ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓബിയസ്ലി ഞാൻ ഓൾമോസ്റ്റ് more than 2 years ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കോൺടാക്ട്സ് ഒക്കെ ഉണ്ട് അവിടെയുള്ള ആൾക്കാരുടെ. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇന്ത്യയിൽ എത്തിക്കണമെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ നമുക്കത് റെഡിയാക്കാം. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് റിസർച്ചിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതിന് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഹീലിയം 10 ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു ടൂളാണ്. നിങ്ങൾക്ക് ഓബിയസ്ലി നിങ്ങൾക്ക് ലോങ് റണ്ണിൽ നിങ്ങൾ ആമസോണിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു മാസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഈ ഒരു ടൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ലൈക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇപ്പോൾ PPCക്ക് എങ്ങനെ ഈ ടൂൾ യൂസ് ചെയ്യാം, ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസ് ഈ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ ഉപകാരപ്രദമായിട്ട് വരുന്ന പല പല വീഡിയോസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.